വെൽക്കം ടു ഷെഫ് അറ്റ് ഹോം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എരി പൊള്ളിച്ചതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. ഫിഷ് മസാലയും റെഡ് ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഫിഷ് മസാല 1 ടേബിൾ സ്പൂൺ, അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ, അല്പം കറിവേപ്പില ചോപ്പ് ചെയ്ത്, കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്താലും അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് നമ്മൾ നല്ലോണം വരഞ്ഞിട്ടുള്ള ഏരി എന്നുള്ള ഫിഷാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫിഷാണ്, കടലിൽ കിട്ടുന്ന നല്ല മീനാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ്, പെട്ടെന്ന് കുക്കാവും. കരിമീനയിലും കൂടുതൽ ടേസ്റ്റുള്ള ആയിട്ടാണ് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഏരി. അത് വരഞ്ഞാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് കഴുകി നല്ല നീറ്റായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫിഷിലേക്ക് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലും പുറമേ എല്ലാം മസാല തേച്ച് പിടിപ്പിച്ചാണ് നമുക്ക് അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്പം ഓയിൽ എടുക്കുന്നുള്ളൂ. നമ്മൾ വീട്ടിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അല്പം ഓയിലിൽ ഫയർ കൂട്ടിയും കുറച്ചുമായിട്ട്, ഫയർ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചൊരു വേവിക്കുന്നതിന് അടച്ചു വെച്ച് വേവിക്കാം. വളരെ കുറഞ്ഞ ഓയിലിൽ ഫസ്റ്റ് സൈഡ് ഒരു 10 മിനിറ്റ് ഇട്ട് കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിടുന്നുള്ളൂ. ഇത് ഫിഷെല്ലാം വളരെ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമ്മൾ ഇത്തിരി വെയിറ്റ്, അതായത് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കുക്കായില്ലോ എന്നുള്ള കാര്യം. പൊള്ളിച്ച ഇതിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അധികം കുക്കാവണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു 90% കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറംഭാഗം അല്പം ഡാർക്കായിട്ട് ഇരിക്കുന്നുള്ളൂ, പക്ഷേ അകത്ത് കറക്റ്റ് വേവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ശരിക്കും നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫിഷ് നമ്മൾ എടുത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തതിന് മാറ്റി വെച്ചു. ഇനി നമ്മളൊരു മസാല തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്. അത് രണ്ടും പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറുഉള്ളിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. സവോളയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ നമ്മൾ ചെറുഉള്ളിയിൽ ഒരു 20 ചെറുഉള്ളി എടുത്ത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അല്പം കൂടി ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്താൽ നല്ല ഫ്ലേവറും സ്മെല്ലും എല്ലാം കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. സവോള നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചോപ്പായിട്ട് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും പൊള്ളിച്ചതിന് നല്ലത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ കാശ്മീരി മുളക് കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇനി ഇതിൽ നല്ല രീതിയിൽ നമ്മൾ സോട്ടായി വന്നതിന് ശേഷം, ശരിക്കും ഓയിലും തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം ഇതായതിന് ശേഷം മാത്രം മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്യുകയാണ്. വളരെ സ്ലോ ഫയറിൽ വേണം അത് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിതിലേക്ക് വാളംപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുടംപുളി ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനൊരു കുത്തലുണ്ടാവില്ല വാളംപുളി ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു 50 ഗ്രാമോളം വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ. ആ വാളംപുളിയുടെ വെള്ളം മാത്രം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. 1/4 മുറി തേങ്ങയുടെ പാല്, അരമുറിയല്ല, അതിൻ്റെ പകുതി ചിരണ്ടിയിട്ട് അതിനെ നല്ല രീതിയിൽ മിക്സിയിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ചു. സെക്കൻഡ് പാൽ ഒരു ഇതായി വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് പാൽ ഒഴിച്ച് നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ ടൈറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളതിൽ ഫിഷ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പൊള്ളിച്ച ഗ്രേവി റെഡിയായി. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇല വളരെ ചെറുതായിട്ട് അതിൻ്റെ നടുഭാഗം ശരിക്കും നല്ല രീതിയിൽ നമ്മൾ വാട്ടിയെടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം കീറിപ്പോകാത്ത രീതിയിൽ വാട്ടി അതിലേക്ക് നമ്മൾ പൊള്ളിച്ച ഗ്രേവി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ശരിക്കും കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ അത്യാവശ്യത്തിനുള്ള മസാല നമ്മൾ ഇട്ട് കൊടുക്കണം. 2 സൈഡിലും മസാല ഇട്ട് നമ്മളിതിനെ ശരിക്കും പൊതിഞ്ഞു. അപ്പോൾ ശരിക്കും മസാല ഈ ഫിഷിൽ പിടിച്ച് വരുന്ന രീതിയിൽ നമ്മളിതിൽ മസാല ഇട്ട് പൊതിഞ്ഞ് വാഴയിലയിൽ നമ്മൾ കെട്ടി അതിനൊരു തവയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വയ്ക്കണം. ചെറിയ പാനിലോ തവയിലോ എവിടെ വേണമെങ്കിലും നമുക്കതിനെ
വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു അല്പനേരം ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം ഒരു 15 മിനിറ്റ് കുക്കായാൽ മതി. അപ്പോൾ ശരിക്കും മൊരിഞ്ഞ് നല്ല നമ്മുടെ മസാലയെല്ലാം മീനിൽ നല്ലോണം പറ്റി പിടിച്ചിരിക്കും. ശരിക്കും ടേസ്റ്റുള്ള ഒരു ഏരി പൊള്ളിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി അതിൻ്റെ സൈഡിൽ സലാഡോ അങ്ങനെ വേണമെങ്കിലും വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്, നല്ല ഫ്ലേവറും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അധികം മുള്ളില്ലാത്തതും പെട്ടെന്ന് കുക്കാവുന്നതുമായ ഒരു ഫിഷാണ് ഏരി. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ 2 പീസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. വളരെ ഓയിൽ കുറച്ച്, അതിന് വളരെ കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും. മറ്റേതാകുമ്പോൾ നമുക്ക് അധികം റിസ്ക് ഇല്ല, ജസ്റ്റ് ആ ഓയിലിൽ നമുക്ക് കോരി എടുക്കാവുന്ന രീതിയാണ്. ഇതിൽ ശരിക്കും ആ പൊള്ളിച്ച ഗ്രേവിയിൽ നല്ല പുളിയും നല്ല ഉപ്പും ആ ഒരു ഫിഷ് മസാല ടേസ്റ്റും, നമുക്ക് വീട്ടിൽ ഫിഷൊക്കെ ഉണ്ടാക്കിയ ദിവസമാണെന്നുണ്ടെങ്കിൽ ആ ഫിഷ് കറിയുടെ ഗ്രേവി കൂടി ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോട്ടിങ് കുറച്ചുകൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളിയാണ് ഇതിൽ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് ആദ്യം തന്നെ ഫിഷിൻ്റെ സ്റ്റോക്ക്, അതായത് ഫിഷിൻ്റെ ഒരു തലയുടെ പീസോ അതൊക്കെ ഇട്ടിട്ട് അതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, അല്പം മഞ്ഞപ്പൊടിയും പിന്നെ ഈ ഫിഷിൻ്റെ സ്റ്റോക്ക് നമുക്ക് തയ്യാറാക്കാം. ഈ കുടംപുളി ഇട്ടിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് പൊള്ളിച്ചാണ് നമ്മളിന്നിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വാഴയിലയിൽ നമുക്ക് ഒരുപാട് നേരം പൊള്ളിച്ച് വയ്ക്കണം ശരിക്കും, എന്നാലാണ് ഇലയുടെ ഉള്ള ഒരു സ്മോക്കി ഫ്ലേവറും കൂടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള മീൻ പൊള്ളിച്ചാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കണം.